വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിങ് നിങ്ങളോട് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് എന്നാണ്. അവരുടെ മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫെയറി ടെയിൽ മെസ്സേജസ് ആണ്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ജെൻഡർലെസ് ആണ്. കാർഡ്സ് നോക്കാം. റീഡിങ്ങിലോട്ട് പോകാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇതിൽ കാണുന്നത് നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങൾ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും മാജിക്കലായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന എനർജി. അപ്പം നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പം അത്രയും ഡ്രമാറ്റിക് ആയിട്ട്, അത്രയും നിങ്ങൾ ഒരിക്കൽ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും മാജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ മൂൺ എനർജി യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരും. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അത് മൂൺ എനർജി ഇവിടെ കാണിക്കാനുള്ള റീസൺ, മൂൺ എനർജിക്ക് ഭയങ്കര പവറാണ്. അപ്പോൾ ഫുൾ മൂൺ ഡേ, ന്യൂ മൂൺ ഡേ ഒക്കെ മാനിഫെസ്റ്റേഷന് വേണ്ടി യൂസ് ചെയ്യാം. മൂൺ എനർജീൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മാജിക്കലായിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഒരിക്കൽ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ബ്ലെസ്സിങ് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഓൾട്ടോ കാറിന് ആഗ്രഹിച്ചിട്ട് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൂൺ എനർജി യൂസ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് ആ ഓൾട്ടോന് പകരം അതിനേക്കാൾ വില കൂടിയ ഏതെങ്കിലും കാറായിരിക്കും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഒരിക്കൽ പോലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത അത്രയും ഇതായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് മൂൺ എനർജി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് റീബേർത്ത് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. അതായത് ഇപ്പം നമ്മുടെ ബോഡിയൊക്കെ കാർമിക് ബോഡി ആയിരിക്കും. അപ്പോൾ ഈ കാർമിക് ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈഫിലും അതല്ലാതെ നമ്മുടെ മുൻ ജന്മങ്ങളിലൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന ഒരുപാട് കർമ്മകളുണ്ടാവും. അത് നമ്മുടെ സോളിലെ ആകാശിക് റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭവമാണ്. ഇതൊക്കെ നമ്മുടെ കാർമിക് ബോഡിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബോഡിയിൽ നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബോഡിയിലാണ് ഉണ്ടാവുക. രണ്ട് തരത്തിൽ വരും. ഒന്ന് സോൾ വൈസ് നമ്മൾ മുൻജന്മത്തിലൊക്കെ ഉണ്ടാവുന്ന കർമ്മകൾ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത്. രണ്ടാമത് വരുന്ന കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വൈസ് വരുന്ന കർമ്മയാണ്. അതായത് നമ്മുടെ ബോഡി ഒരു കാർമിക് ബോഡിയാണ്. അത് രണ്ട് തരത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞു. ഒന്ന് സോൾ വൈസ് വരുന്നത്, നമ്മുടെ ബോഡിയിലാണ് സോൾ ഉള്ളത്, അപ്പോൾ ആ സോൾ വൈസ് വരുന്ന മുൻജന്മത്തിലെ കർമ്മയും രണ്ടാമത് വരുന്നത് നമ്മുടെ ബോഡിയിൽ വരുന്ന കർമ്മ. അതായത് അത് നമ്മുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പൂർവികരുടെ എല്ലാ കർമ്മയും ഇതിലൂടെയാണ്. അമ്മേൻ്റെ പൊക്കിൾക്കൊടി വഴിയാണ് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ അമ്മേൻ്റെ പൊക്കിൾക്കൊടി വഴി നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു കർമ്മ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പൂർവികർ വഴി കിട്ടുന്ന എല്ലാ കർമ്മയും നമ്മളെ ഈ ബോഡിയിലുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ വരും. അപ്പോൾ ഈ ഒരു കാർമിക് ബോഡി നമ്മളിൽ നിന്നും ആ ഒരു കർമ്മകളൊക്കെ ക്ലെൻസ് ചെയ്ത്
അതിനെയാണ് റീബേർത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു പുനർജനനം, ആത്മാവിൽ ജനിക്കുന്നത്. അതായത് നമ്മുടെ ഈ കാർമിക് ബോഡിയിൽ നിന്ന് മാറി നമ്മുടെ ആത്മാവിൻ്റെ പ്യൂരിറ്റി എന്താണ്, ആത്മാവിൻ്റെ ഗുണങ്ങൾ എന്താണോ ആ ഒരു ജനനത്തിനെയാണ് ഇവിടെ ന്യൂ ബിഗിനിങ്ങിൽ ഒരു റീബേർത്ത് ആയിട്ട് കാണിക്കുന്നത്. അതൊരു പുതിയൊരു ജനനമാണ്. ആ ഒരു ജനനത്തിലൂടെ നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് മാറും, നമ്മുടെ ലൈഫ് പാറ്റേൺ തന്നെ മാറും. ഇപ്പോൾ എല്ലാവർക്കും പലതരം പാറ്റേണിലൂടെയായിരിക്കും ഓരോരാളും കടന്നു പോകുന്നത്. ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അതിൽ ബ്രേക്കപ്പ് വന്ന് അങ്ങനെ കുറേ പേര് സെയിം പാറ്റേണിൽ തന്നെ അനുഭവിക്കുന്നുണ്ടാവാം. അങ്ങനെ കുറേ പേര് സെയിം പാറ്റേണിൽ തന്നെ അനുഭവിക്കുന്നവരുണ്ടാവാം. ഒരു റിലേഷൻഷിപ്പ് വന്ന് അത് പോയി പിന്നെയും സെയിം പാറ്റേണിലുള്ള റിലേഷൻഷിപ്പ് തന്നെ വന്ന് അങ്ങനെ ഒരു പാറ്റേൺ, അതൊക്കെ ഈ കർമ്മേൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ പാറ്റേൺ എപ്പോഴാണ് ബ്രേക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഇത് സാമ്പത്തികമായിട്ടും ലൈഫിൻ്റെ ഏത് ഏരിയയിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ പാറ്റേൺ ബ്രേക്ക് ആവുന്നത് നമ്മളുടെ പ്യൂരിറ്റി, നമ്മുടെ സോളിൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഈ പാറ്റേൺ വരുന്നത് മദർ വൂൺസിൽ നിന്നും പിന്നെ കർമാസിൽ നിന്നും അങ്ങനെയൊക്കെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഈ ഒരു പാറ്റേണൊക്കെ മാറാൻ വേണ്ടി വോം ഹീലിംഗ് ചെയ്താൽ മതി. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളിൽ ഈ പാറ്റേൺ മാറി വരുന്നതായിട്ട് കാണാം. റിലേഷൻഷിപ്പിലൊക്കെ പ്രോബ്ലം അനുഭവിക്കുന്നവരാണെങ്കിൽ വോം ഹീലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു ചേഞ്ച് വരുന്നത് കാണാം. മാത്രമല്ല നിങ്ങളിൽ റീബേർത്ത് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സെക്ഷൽ എനർജിയാണ്. അപ്പോൾ ഈ എനർജിയിൽ വരുന്ന വേരിയേഷനാണ് നമ്മുടെ ലൈഫിൽ ഓരോ തരം പ്രോബ്ലംസും അനുഭവിക്കുന്നത്. ഈ സെക്ഷൽ എനർജിയിൽ വരുന്ന ഈ ഒരു കർമ്മ മാറ്റാൻ വോം ഹീലിംഗ് ചെയ്താൽ ആ ഒരു കാര്യം അവിടുന്ന് മാറി വരുന്നതും റീബേർത്ത് സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. മനസ്സിനൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ലൈഫിൽ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം. ആ മ്യൂസിക്കിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി അവിടെ കിട്ടും. മ്യൂസിക്കിലൂടെ മനസ്സ് ശാന്തമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മ്യൂസിക്കാണോ ഇഷ്ടം അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു കാംനെസ് വരും. ആ കാംനെസ്സിലൂടെ നിങ്ങൾക്ക് പല ക്ലാരിറ്റിയും കിട്ടും. മാത്രമല്ല അതിൻ്റെ ലിറിക്സിലൊക്കെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി തരാനുള്ള എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുന്നുള്ളതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മറ്റൊരു മെസ്സേജ്. അപ്പം മ്യൂസിക്കൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായിട്ട് കേട്ട് നോക്കുക. അതായത് അതിനെ ഒന്ന് ആസ്വദിച്ച് കേട്ട് നോക്കുക. അതിൻ്റെ ലിറിക്സും അതിൻ്റെ ആ ഒരു വേരിയേഷനും സൗണ്ടിൽ വരുന്ന വേരിയേഷനൊക്കെ ജസ്റ്റ് ഒന്ന് ആസ്വദിച്ചിട്ട് കേട്ട് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ക്ലാരിറ്റി കിട്ടാത്തവർക്ക് മറ്റൊരു സൊല്യൂഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് എന്താണോ പറയുന്നത് അത് കേൾക്കാൻ നോക്കുക. മൈൻഡിനെ മാറ്റി നിങ്ങളുടെ ഹാർട്ട് എന്താണോ പറയുന്നത് അത് കേൾക്കണമെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മൈൻഡിനെ അവിടെ മാറ്റി നിർത്തണമെങ്കിൽ കുറച്ച് ടൈമെങ്കിലും ഡെയിലി ഹാർട്ട് ഫോക്കസ് ചെയ്ത് വെറുതെ ഒന്ന് ഇരുന്നാൽ മതി. അതിലൂടെ നിങ്ങൾക്ക് ഹാർട്ടിൻ്റെ ഒരു ഭാഗത്ത് ഓപ്പണായി കിട്ടും. ഹാർട്ട് ചക്രയൊന്നും ഓപ്പണായി കിട്ടുന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ രീതിക്കെങ്കിലും ഒരു ചേഞ്ച് ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് നമുക്കിപ്പം നമ്മുടെ ഹാർട്ട് പറയുന്നത് കേൾക്കാൻ പറ്റാതെ, ഹാർട്ട് എന്ന് പറയുന്നത് സോളിൻ്റെ വോയിസാണ് ഹാർട്ട്. മറ്റേത് മൈൻഡാണ്. മൈൻഡ് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. മൈൻഡ് എപ്പോഴും കണ്ടീഷനിങ് ആയിരിക്കും. സൊസൈറ്റിയിൽ നിന്നുള്ള കണ്ടീഷൻസാണ് കംപ്ലീറ്റ് മൈൻഡിലുണ്ടാവുക. പക്ഷേ സോൾ എന്ന് പറയുന്നത് കണ്ടീഷനിങ് അല്ല. സോളിൻ്റെ ഭാഷ ഹൃദയത്തിലൂടെയാണ് വരിക. ആ സോളിൻ്റെ ഭാഷ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഐഡിയ ഉണ്ടാകും. അതിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റൈറ്റ് ആയിട്ടാണ് വരിക. അതേസമയം മൈൻഡിൻ്റെ വിലയിരുത്തൽ വെച്ച് നമ്മൾ ചെയ്യാൻ പോയാൽ, മൈൻഡിൻ്റെ തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ പോയാൽ അത് റോങ് ആയിട്ടുള്ളതായിരിക്കും. അത് നിങ്ങൾക്ക് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും സംഭവിക്കുക. പക്ഷേ ഹാർട്ടിൻ്റെ ഒരു മെസ്സേജ്, ഹാർട്ടിൻ്റെ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ വന്നിരിക്കുന്നത് നേച്ചർ സയൻസ് ആണ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് നിങ്ങൾക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്നൊരു സിമ്പിൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. അത് ബട്ടർഫ്ലൈ നിങ്ങളുടെ മുന്നിലൂടെ പറന്നു പോകുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ പിക്ചേഴ്സിൽ കാണുന്നുണ്ടാവാം. ട്വിന്നായിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. ബ്ലൂ കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം. ഇത് നിങ്ങൾക്ക് ഏതോ ഒരു തരത്തിലുള്ള എന്തോ ഒരു സൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ബട്ടർഫ്ലൈ ആണ് മെയിനായിട്ട് വരുന്ന ഒരു സൈൻ ഇവിടെ വന്നിട്ടുള്ളത്.
പ്രകൃതി നിങ്ങൾക്ക് പല സൈൻസും തരുന്നുണ്ടാവാം. അത് ബട്ടർഫ്ലൈസ് മാത്രമല്ല, സിങ്ക്രോണിസിറ്റീസ് പലതും ഉണ്ടാവാം. അത് റെയിൻബോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബേർഡ്സ് ആയിരിക്കാം, ട്വിൻസ് ആയിട്ടുള്ള ബേർഡ്സ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാഴ്ചകളായിരിക്കാം, അതല്ലെങ്കിൽ സൗണ്ട്സ് ആയിരിക്കാം. സൗണ്ടും ഇങ്ങനെയുള്ള ഒരു സിങ്ക്രോണിസിറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മീനിങ് കോമൺ ആയിട്ട് ഉണ്ടാവാം, ഗൂഗിളിലൊക്കെ നോക്കിയാൽ കോമൺ മീനിങ് ഉണ്ടാവാം. പക്ഷേ അത് നമ്മുടെ പേഴ്സണൽ മീനിങ് അല്ല, നമുക്ക് പേഴ്സണലായി തരുന്ന ഏഞ്ചൽസിൻ്റെ സൈൻസാണത്. അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്ത് മെസ്സേജാണ് അവർ പാസ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത്. പിന്നെ വന്നിരിക്കുന്നത്, നിങ്ങളുള്ളിൽ എന്തെങ്കിലും സീക്രട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഫ്രീ ആവുക. ഫ്രീ മൈൻഡിൽ നിൽക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു സീക്രട്ട് ഉള്ളിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബേർഡനാണ്. ആ ബേർഡൻ ഒന്ന് ഇറക്കി വെക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾ ഫ്രീ ആയിട്ട് കാണുന്നുള്ളൂ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. എക്സ്പോസ് ചെയ്യുക, അവനവനെ എങ്ങനെ മാക്സിമം എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ, മൈൻഡ് എക്സ്പോസ് ചെയ്യാനാണ്. എങ്ങനെ അവനവൻ്റെ മൈൻഡ് എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എക്സ്പോസ് ചെയ്യുക. അപ്പോഴാണ് നമുക്കവിടെ ഫ്രീ ആവാൻ പറ്റുക. അപ്പോഴാണ് ഒരു മനസ്സിനൊരു സമാധാനമൊക്കെ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് ശരി എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നത് എന്നുള്ളത്. മീൻസ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് നമ്മൾ പലരും പറയുന്നേക്കാം, ഞാൻ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂന്ന്. പക്ഷെ അങ്ങനെയല്ല, കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സത്യമായിരിക്കണം എന്നില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇല്യൂഷനാണ്, മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. ഈ കാണുന്നതും നമ്മൾ കേൾക്കുന്നതൊക്കെ കംപ്ലീറ്റ് ഒരു മായയാണ്, ഒരു മായാലോകത്താണ് എല്ലാവരും ഉള്ളത്. കംപ്ലീറ്റ് ഇല്യൂഷനാണെന്ന് പറയാം. അപ്പം അതല്ല സത്യം. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന കാര്യമാണ് നമ്മൾ കൺമുന്നിൽ കാണുന്നത് എന്നുള്ളതാണ്. അതായത് ഓരോരാളുടെയും ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലോകമാണ് ഓരോരാൾക്കും ഉള്ളത്. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടാണെങ്കിലും നിങ്ങൾ ഇടപെടുന്ന വ്യക്തികളാണെങ്കിലും എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനൊക്കെ അതിൽ പെടും. ഇവിടെ കാണിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കുക. അത്രത്തോളം നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടോ അതിനനുസരിച്ചാണ് അത് നിങ്ങളിലേക്ക് വരുന്നത്. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ഒരിക്കലും നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ബിലീഫാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ബിലീഫ് നിങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നിങ്ങളുടേതായ ഒരു ക്രിയേഷനിൽ തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പക്ഷേ എപ്പോഴാണോ നിങ്ങളുടെ ബിലീവ് സിസ്റ്റം മാറുന്നത് അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇൻസ്പയർ ആവുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്കുള്ള ഒരു ഡോറാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു മെസ്സേജ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.